നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. കോൺഗ്രസ് പാർട്ടി നിഷ്പ്രഭമാകുമോ? കാരണം കോൺഗ്രസിന്റെ നട്ടെല്ലെന്നറിയപ്പെടുന്ന നെഹ്റു കുടുംബം വല്ലാത്ത പൊല്ലാപ്പിലാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വെള്ളം കുടിക്കുകയാണ്. മരുമകൻ വാദ്രയുടെ കാര്യം പറയേ വേണ്ട. മാധ്യമങ്ങളെ കണ്ടാലേ ഭീകര ജീവികളെ പോലെയാണ് അദ്ദേഹം നോക്കുന്നത്. ഇഡിയുടെ കുരുക്കിൽപ്പെട്ട അമ്മയെയും സഹോദരനെയും ഭർത്താവിനെയും കണ്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. എന്താണ് സംഭവമെന്ന് നോക്കാം. നെഹ്റു കുടുംബം വൻ പ്രതിസന്ധിയിലാണ്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? രാഹുൽ ഗാന്ധിയുടെ മർമ്മത്തിട്ടൊരു അടിയാണ് ഇഡി കൊടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇഡിയുടെ കുഴുക്ക് വീഴുമെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വാർത്തകൾ സത്യമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, വിദേശ മേധാവി സാം പിട്രോഡ ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കൾ എന്നിവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 25-ന് കോടതി കേസ് പരിഗണിക്കും. ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വഞ്ചനാപരമായ സ്വത്ത് സമ്പാദനം, സാമ്പത്തിക ദുരുപയോഗം, കുറ്റകൃത്യങ്ങളിൽ നിന്ന് വരുമാനമുണ്ടാക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെഷൻ 44, 45 എന്നിവ പ്രകാരവും 2002 സെഷൻ 4 പ്രകാരവും ശിക്ഷാർഹവുമായ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യത്തിനാണ് ഇഡി കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറെ പാടുപെടും. കേസിൽ നേരത്തെ ചേർത്തിരുന്ന 661 കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കൾക്ക് കൈവശാവകാശ നോട്ടീസ് അയച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ അറിയിച്ചിരുന്നു. അത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതുമാണ്. ഡൽഹിയിലെ ATOയിലെ AJL ആസ്ഥാനമായുള്ള ഹെറാൾഡ് ഹൗസ്, മുംബൈയിലെ ബാന്ദ്രയിലെ ഒരു കെട്ടിടം, ലക്നൌവിലെ ബിശ്വേശ്വർ റോഡിലുള്ള മറ്റൊരു വസ്തു എന്നിവയ്ക്കാണ് നോട്ടീസ് അയച്ചതെന്നും ഇഡി നേരത്തെ അറിയിച്ചിരുന്നു. ഈ വാർത്തകളും നമ്മൾ അറിഞ്ഞതാണ്. കുറ്റകൃത്യങ്ങളിൽ നിന്ന് ലഭിച്ച 988 കോടി രൂപയുടെ വരുമാനത്തിന്റെ ഉൽപാദനം, കൈവശം വയ്ക്കൽ, ഉപയോഗം എന്നിവ വെളിപ്പെടുത്തിയ വിപുലമായ അന്വേഷണത്തിന് ശേഷം 2023 നവംബറിൽ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയതായി ഇഡി പറയുന്നു. 90.2 കോടി രൂപയുടെ ഓഹരികൾ കൂടി ഉൾപ്പെടുന്ന കണ്ടുകെട്ടൽ 2024 ഏപ്രിൽ 10-ന് അഡ്ജുക്കേറ്റിംഗ് അതോറിറ്റി സ്ഥിരീകരിച്ചു. എന്തായാലും നാഷണൽ ഹെറാൾഡ് കേസിൽ മുഴുവൻ നെഹ്റു കുടുംബത്തെയും ഇഡി വെള്ളം കുടിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.